തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. 12 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. ശ്രീകുമാരനാണ് ചേരുന്നത് കരുവന്നൂരിൽ നിന്ന് വിവരങ്ങളുമായി. ഇതിപ്പോ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു അല്ലെ? അപ്പോ ഇതില് ഒരു രാഷ്ട്രീയ നീക്കമുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നതും കേട്ടായിരുന്നു. UDF മാറി നിൽക്കുന്നു, കോൺഗ്രസ് മാറി നിൽക്കുന്നു, എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം. സ്മിത, ഹാഷ്മി, കൃത്യം 9 മണിയോടുകൂടി തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ പോളിംഗ് ബൂത്തുകൾ, ഏതാണ്ട് 12ഓളം പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആളുകൾ ഇങ്ങനെ പതിയെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 15,000-ഓളം വോട്ടർമാർ ഉണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ ഏതാണ്ട് ഒരു 13,000-ഓളം വോട്ടർമാരായി ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഒക്കെയായി ഒരു 10,000, 2,000, 3,000 മാറാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏതാണ്ടൊരു 7,000-നും 8,000-നും ഇടയിൽ വോട്ടിംഗ് നടക്കുമെന്നൊരു പ്രതീക്ഷയാണ്. അതാ കണ്ടില്ലേ, ഇപ്പോൾ ഇപ്പുറത്തെ മേഖലയിൽ ആളുകൾ പ്രായമായവരടക്കം വന്ന് വോട്ട് ചെയ്യാൻ എത്തുന്നു. വളരെ പ്രായമുള്ള ആളുകളൊക്കെ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ BJP പ്രവർത്തകരോട് നമ്മൾ ചോദിച്ചിരുന്നു, അവർ മാത്രമാണ് ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ മത്സരിക്കുന്നത്, അവരോട് നമ്മൾ ചോദിച്ചിരുന്നു. കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞത് 80% വോട്ട് ഇടതുപക്ഷത്തിനുള്ളൊരു സ്ഥലമാണ്, പക്ഷേ ഞങ്ങൾ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാലും BJPയുടെ ഒരു ചന്ദ്രൻ അഡാട്ടർ സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ മത്സരിക്കാനുള്ള ഞങ്ങൾ നല്ല രീതിയിലാണ് മത്സരിക്കുന്നത്. കാരണം ഞങ്ങൾക്കൊരു ശുഭപ്രതീക്ഷയുണ്ട്. 300 കോടിയിലധികം രൂപ കട്ടെടുത്ത LDF സ്ഥാനാർത്ഥികളാണ് അപ്പുറത്ത്. ഞങ്ങൾ ആ നല്ല രീതിയിൽ നടന്നിരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീനെ വീണ്ടും പൂർവ്വമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഇവിടെ നിക്ഷേപകർക്ക് മുഴുവൻ തുകയും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കും. തന്നെയല്ല, ലോൺ എടുത്ത ആൾക്കാർക്ക് ലോൺ ഒരു 5 ലക്ഷം വരെ ഫ്രീ ആയിട്ട് എഴുതി തള്ളാനുള്ള ED 128 കോടി പിടിച്ചിട്ട് ഇതുവരെ അവർക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ രീതിയിൽ പൈസ വെറുതെ അവരുടെ ആൾക്കാരെയാണ് ഈ പൈസ മുഴുവൻ കണ്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഒരു തുടരന്വേഷണം അവിടെ സ്റ്റോപ്പായോ? ഇല്ല, സ്റ്റോപ്പായിട്ടില്ല. ED വീണ്ടും അന്വേഷിക്കുന്നുണ്ട്. ഇനി അതിന് തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ ആൾക്കാരാണ്. പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് നിങ്ങൾക്ക് അറിയാമല്ലോ, LDF ഗവൺമെൻറ് ഒരു കാരണവശാലും അവർക്കെതിരെ 80% വോട്ട് അവർക്കുള്ളതാണ്. അപ്പോൾ എങ്ങനെ 80% മെമ്പർഷിപ്പ് അവരുടെയാണ്, 20% ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് 2 സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റില്ല. കാരണം 40 വയസ്സിന് താഴെ വനിതകൾ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. ഒരു കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും. കരുവന്നൂരിലെ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് അവിടെ പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് അത് ബഹിഷ്കരിക്കുന്നു. കരുവന്നൂർ സാധാരണ ഒരു ബാങ്കല്ല, വലിയ ഒരു തീവട്ടിക്കൊള്ളയുടെ ചരിത്രമുള്ള ഒരു ബാങ്ക് കൂടിയാണ്. അതിന് കാലങ്ങളുടെ വലിയ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും മനസ്സിലേക്ക് കൂടിയെത്തുക ആ കൊള്ള തന്നെയാണ്. അപ്പോൾ അവിടെ ഇലക്ഷൻ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.